എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്ന് ഹിന്ദി സ്വരാക്ഷരങ്ങൾ ഋ, എ, ഐ 3 അക്ഷരങ്ങളാണ് എഴുതാൻ പഠിക്കുന്നത്. കൂടെ കുറച്ച് വാക്കുകളും നമ്മൾ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. എങ്ങനെയാണ് ഋ എഴുതുന്നത്? ഋ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വന്ന് റൈറ്റിലോട്ട് വന്ന് ഒരു താഴെ എഴുതുക, മുകളിൽ വര ഋ എന്നുകൂടി നമ്മൾ ഇംഗ്ലീഷിലൊക്കെ തിരിച്ചിടുന്നത് പോലെ കേട്ടോ. ഋ നന്നായിട്ട് എഴുതി പഠിക്കുക, പറഞ്ഞ് എഴുതുക. ഋ. നെക്സ്റ്റ് വൺ എ. ഇങ്ങനെ വന്ന് റൈറ്റിലോട്ട് വന്ന് റൈറ്റിലൊരു വര എ. നെക്സ്റ്റ് വൺ ഐ. എ എഴുതി റൈറ്റിലോട്ട് ഒരു വര, ചെരിച്ചൊരു വര കേട്ടോ, അതാണ് ഐ ചിഹ്നം. ഐ. ഓക്കെ. ഋ ഋ ഋ. എ ഐ നമ്മൾ ഹിന്ദിയിൽ എന്താണ് ഋ കഴിഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പറയുന്നത് പോലെ എ പറയില്ല. ഋ എ ആണ് ഉച്ചരിക്കുക കേട്ടോ. എ നമ്മൾ വായിക്കുമെങ്കിലും എ എന്നാണ് ഉച്ചരിക്കേണ്ടത്. പിന്നെ ഐ, ഐ എന്നിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഹിന്ദിയിലില്ല. ഋ എ ഐ. നമ്മൾ എ വെച്ചിട്ട് വാക്കുകൾ കുറവാണ് ഹിന്ദിയിൽ. അപ്പോൾ എ എന്നാണ് പ്രൊണൗൺസ് ചെയ്യുന്നത്. നമ്മൾ എ എന്നാണ് പ്രൊണൗൺസ് ചെയ്യുന്നത്. ഏക്, ഏക്ദം, ഏകഥ അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. അതാണ് മലയാളം ഹിന്ദിയും തമ്മിലുള്ളൊരു വ്യത്യാസം കേട്ടോ. സ്വരാക്ഷരങ്ങൾ കുറയാനുള്ളൊരു കാരണം അത് തന്നെയാണ്. അപ്പോൾ ഇത് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. എ ഐ എന്നിങ്ങനെ വായിക്കരുത്. എ ഐ ഇല്ല കേട്ടോ. എ ഐ. ഓക്കെ. നമ്മൾ എനെ തന്നെ എ ആയിട്ടും പ്രൊണൗൺസ് ചെയ്യുന്നു. കൂടുതലും നമ്മൾ ഹിന്ദിയിൽ എ ആണ് പ്രൊണൗൺസ് ചെയ്യുന്നത്. ഓക്കെ. നമ്മൾ ഋ എന്നുള്ള അക്ഷരം വെച്ച് തുടങ്ങുന്ന കുറച്ച് വാക്കുകളാണ് പരിചയപ്പെടുന്നത്. ഋ എന്നതിൽ നമ്മൾ ഫസ്റ്റ് വൺ മലയാളത്തിലെ പോലെ തന്നെ ഋഷി. അല്ലേ? ഋഷി എന്ന് പറഞ്ഞാൽ എന്താണ്? ജ്ഞാനി അല്ലേ? അറിവുള്ള ഒരാൾക്കാണ് നമ്മൾ ഋഷി എന്ന് പറയുന്നത്. യോഗി എന്നൊക്കെ പറയും ഋഷി. അടുത്തത് ഋതു അല്ലേ? ഋതു എന്ന് പറഞ്ഞാൽ എന്താണ്? കാലം. ഋതു എന്ന് പറഞ്ഞാൽ കാലം. അടുത്തത് ഋൺ. ഋൺ എന്ന് പറഞ്ഞാൽ കടം. കടത്തിന് നമ്മൾ ഹിന്ദി ഋൺ എന്നാണ് പറയുക. അപ്പോൾ ഋ എന്നുള്ളത് വരുന്നത് ഋ ഫോർ ഋഷി, ഋതു, ഋൺ. ഋഷി ജ്ഞാനി അല്ലെങ്കിൽ യോഗി എന്നൊക്കെ പറയും. അറിവുള്ള ഒരാൾക്ക് ഋഷി എന്ന് പറയും. ഋതു കാലം, ഋൺ കടം. ഓക്കെ അല്ലേ? അത് എ വെച്ചിട്ടാണ് നമ്മൾ വാക്കുണ്ടാക്കുന്നത്. എ ഫോർ ഏക് അല്ലേ? ഏക് എന്ന് പറഞ്ഞാൽ ഒന്നിന് പറയുന്നതാണ് ഏക്. രണ്ടാമത്തത് എന്താണ്? നമ്മൾ എന്ത് പറയും? ഏകത. എ ഫോർ ഏകത. ഏകത എന്ന് പറഞ്ഞാൽ ഐക്യമാണ് ഏകത. പിന്നെ എന്ത് പറയാം? ഏക്ദം എന്ന് പറയും. ഏക്ദം എന്ന് പറഞ്ഞാൽ തികച്ചും അല്ലെങ്കിൽ പൂർണ്ണമായും എന്നൊക്കെ പറയും. ഏക്ദം മസ്ത് ഹേ എന്നൊക്കെ നമ്മൾ പറയില്ലേ? ഏക്ദം. എ ഫോർ ഏക്, എ ഫോർ ഏകത, എ ഫോർ ഏക്ദം. കുറച്ച് വാക്കുകൾ നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ. അടുത്തത് നമ്മൾ ഐ വെച്ചിട്ടുള്ള വാക്കുകളാണ് പഠിക്കുന്നത്. ഫസ്റ്റ് വൺ നമ്മൾ എന്ത് പറയും? ഐസാ കരോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മൾ ഹിന്ദിക്കാരൊക്കെ ഐസാ കരോ ബായ് എന്ന് പറയും. ഐസ എന്ന് പറഞ്ഞാൽ ഇപ്രകാരം ചെയ്യും, ഇങ്ങനെ ചെയ്യും എന്ന് പറയുന്നതിനാണ് നമ്മൾ
ഐസ എന്ന് ഹിന്ദിയിൽ പറയുന്നത്. ഐ ഫോർ ഐസ. അടുത്തത് നമുക്ക് ഐനക്. ഐനക് എന്ന് പറഞ്ഞാൽ കണ്ണട. എന്താണ്? കണ്ണടക്കാണ് നമ്മൾ ഐനക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഐതിഹാസിക്. ഐതിഹാസിക് ഐതിഹാസിക് എന്ന് പറഞ്ഞാൽ ചരിത്രപരമായ, ഹിസ്റ്റോറിക്കൽ. മനസ്സിലായില്ലേ? ഐ ഫോർ ഐസ. ഐസ എന്ന് പറഞ്ഞാൽ ഇപ്രകാരം അല്ലെങ്കിൽ ഇങ്ങനെ. ഐ ഫോർ ഐനക്. ഐനക് എന്ന് പറഞ്ഞാൽ കണ്ണട. ഐ ഫോർ ഐതിഹാസിക്. ഐതിഹാസിക് എന്ന് പറഞ്ഞാൽ ചരിത്രപരമായ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ എന്ന് ഇംഗ്ലീഷിൽ പറയും. അപ്പോൾ ഇത്രയുമാണ് നമ്മളിന്ന് പഠിച്ചത് അല്ലേ? റ്, എ, ഐ 3 അക്ഷരങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ധന്യവാദം.